ഡീൽ വിവാദം ഇപ്പോഴും അങ്ങനെ സജീവമായി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആദ്യം BJP CPIM ഡീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി SDPI CPIM ഡീൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ വളരെ ശക്തമാണ്. അതേസമയം ഇപ്പോഴും മുഖ്യമന്ത്രിയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊന്നും SDPIയുടെ വോട്ട് വേണ്ട എന്ന കാര്യം പരസ്യമായി അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് പൊതുവെ ജനറലായി അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ SDPIയുടെ കാര്യം എടുത്തു ചോദിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അക്കാര്യത്തെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന വിശദീകരണമാണ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയം SDPI നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇപ്പോഴും ഇടത്തോട്ട് തന്നെയാണ്. അവരുടെ പിന്തുണ എന്ന നിലയിൽ വരികയും ചെയ്യുന്നു. മറുവശത്ത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്, ജമായത്തെ ഇസ്ലാമിയുണ്ട്, UDF ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുണ്ട്. അവരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി UDFനെ പിന്തുണയ്ക്കുന്നതിനായി ആ വിവാദം അതിപ്പോഴും തുടരുകയാണ്. ഇക്കാര്യത്തിലൊക്കെ ഒരു വിരാമം വേണമെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഞങ്ങൾക്ക് ഈ പാർട്ടികളുടെ വോട്ട് വേണ്ട, വർഗീയ പാർട്ടികളായിട്ടുള്ള വർഗീയ സംഘടനകളായിട്ടുള്ള RSSന്റെയോ SDPIയുടെയോ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയുന്നത് വരെ ഈ വിവാദം തുടരും. മാത്രമല്ല SDPIയുടെ പിന്തുണ പല മണ്ഡലങ്ങളിലും ഇടതു സ്ഥാനാർത്ഥികൾക്ക് ഇതിനകം അത് പ്രത്യക്ഷമായി നിയമത്തിൽ ലഭിച്ചു കഴിഞ്ഞു. പരോക്ഷമായി ഇപ്പോഴും ഈ വേങ്ങര, മങ്കട അടക്കമുള്ള നിരവധി മണ്ഡലങ്ങളിൽ അതവർക്ക് ലഭിക്കും എന്ന കാര്യവും ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.